Hi dears, Assalamu alaikum, welcome back. ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ അടിപൊളി പാൽപ്പായസം തയ്യാറാക്കിയെടുക്കാം. അത് പിങ്ക് കളറിൽ നമ്മൾ കാരമലൈസ് ഒന്നും ചെയ്യാതെ തന്നെ പിങ്ക് കളറിൽ കുക്കറിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നമുക്ക് വല്ലാതെ ജോലിയൊന്നുമില്ല ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കുക്കറിൽ അങ്ങ് ഇട്ട് പോയാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് പറയുമ്പോൾ ടൈമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഓണത്തിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അരിപ്പായസമായിട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു കുക്കർ ആദ്യം എടുക്കണം. ക്ലീൻ ആയിട്ടെന്ന് പറയാൻ കാരണം നമ്മൾ കറിയൊക്കെ വെക്കുന്ന കുക്കറൊക്കെ എടുത്താൽ ഇതിലേക്ക് പാലൊഴിക്കാനുള്ളത്, അപ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള കുക്കറിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് 2 പാക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 1 ലിറ്റർ പാൽ, അഥവാ 2 പാക്ക് മിൽമയുടെ പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടുള്ള പാലൊന്നും എടുക്കരുത്. നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പിങ്ക് കളറിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറി വെക്കുന്ന കുക്കറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആക്കി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ അരിയും അളന്നെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിൽ വെച്ച ശേഷം നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം വേണം നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. പാല് നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് അടച്ചു വെച്ച ശേഷം നമുക്കൊരു 1 മണിക്കൂർ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തീ കൂട്ടി കൊടുത്താൽ വിസിൽ വരാം. പക്ഷേ വിസിൽ വന്നാൽ നമുക്കത് അപ്പോൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഇതുപോലത്തെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തീ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സൗണ്ട് വരണം, പക്ഷേ വിസിൽ വരാനും പാടില്ല. ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വിസിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ മുഴുവനായിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ശരിക്കും ഇതൊരു ലൈറ്റ് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആയെങ്കിൽ മാത്രമേ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഒരു പായസത്തിലേക്ക് നമ്മൾ എടുക്കുന്ന സ്പെഷ്യൽ റൈസ് ഏതാണെന്നറിയോ? നമുക്ക് ചെറിയരി കിട്ടുമല്ലോ, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. കഞ്ഞിയൊക്കെ വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ചെറിയരി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പായസം വെക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ്, ആ സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ രീതിയിൽ ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാൻ ഉണങ്ങലരിയാണ് എടുക്കുക. അതിനായിട്ട് പായസ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ചരി ഒരു 1/2 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് നമ്മൾ കഴുകുമ്പോൾ തന്നെ ഇങ്ങനെ പൊടി പൊടി ആവുമല്ലോ, ആ രീതിയിലാക്കിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുക, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു 3 ഏലക്കായ ചതച്ചത് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ശരിക്കും ഈ ഒരു പായസത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഏലക്കായ ചതച്ചതൊരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ടിത് കുക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ എടുത്ത പോലെ ഇതുപോലെ വലിയ കുക്കർ തന്നെ എടുക്കുക കേട്ടോ. എങ്കിലേ പാലൊന്ന് പുറത്തേക്ക് തിളച്ചിട്ട് പോവാതിരിക്കുള്ളൂ. അപ്പോൾ ഇത് 3 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ്. ഈ ഒരു പായസത്തിൻ്റെ സെയിം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ കട്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. കറക്റ്റ് ആ രീതിയിൽ കിട്ടി. പിന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, തിളപ്പിച്ച വെള്ളം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി.
ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തില്ല, എന്നാലും അടിപൊളി പായസമായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ഏരിയാണെന്ന് പറയേ ഇല്ല കേട്ടോ, അടിപൊളിയാണ്. അരിപ്പായസത്തിൻ്റെ സെയിം ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമല്ലേ, നമുക്കിങ്ങനെ ഇളക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് വേഗം അങ്ങ് വാങ്ങി വെക്കാം. ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള പായസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇതുപോലെ നിങ്ങൾ പായസം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്